നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വന്ദേമാതരം വിലക്കപ്പെട്ട കനിയായത് എങ്ങനെയെന്ന് VD സതീശൻ വ്യക്തമാക്കണം. PK കൃഷ്ണദാസ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓണാഘോഷം തകർത്തു. 10 ദിവസം നീളുന്ന ഓണാവധിക്ക് തുടക്കമായി. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വിപുലമായ ഓണാഘോഷം. മുഖ്യാതിഥിയായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ദുബായ് KMCC ഇൻവോയ്സിംഗ് ബോധവൽക്കരണ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ദുബായ് KMCC വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയ ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തിയ CPIM. CH കുഞ്ഞമ്പു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ച് മഞ്ചേശ്വരം പഞ്ചായത്ത്. നഗര ശുചിത്വ അഭിയാന് കുഞ്ചത്തൂരിൽ തുടക്കം. ജനസൗഹൃദ ഭരണത്തിന് മാതൃകയായി വർക്കാടി പഞ്ചായത്തിലെ പരാതി പരിഹാര അദാലത്ത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ബംഗാൾ വിഭജനത്തെ എതിർക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ആലപിച്ച വന്ദേമാതര ഗീതം ഇപ്പോഴെങ്ങനെയാണ് വിലക്കപ്പെട്ട കനിയായതെന്ന് വ്യക്തമാക്കാൻ VD സതീശൻ തയ്യാറാകണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച വന്ദേമാതര സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1947 ഭാരത വിഭജനത്തിനു മുൻപ് വന്ദേമാതരം ഗീതത്തെ വിഭജിച്ചതിനു സമാനമാണ് ഇപ്പോഴത്തെ നീക്കമെന്നും ഭാരത പാർലമെന്റ് പാസാക്കിയ നിയമത്തെ ഒരു സംസ്ഥാന സർക്കാർ ലംഘിക്കുന്നത് സമാനതകളില്ലാത്ത സംഭവമാണെന്നും ബംഗാൾ വിഭജനത്തെ എതിർക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ആലപിച്ച വന്ദേമാതര ഗീതം ഇപ്പോഴെങ്ങനെയാണ് വിലക്കപ്പെട്ട കനിയായതെന്ന് വ്യക്തമാക്കാൻ VD സതീശൻ തയ്യാറാകണമെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. വികസന വിരുദ്ധതയും വിഭജന രാഷ്ട്രീയവുമാണ് ഇരു മുന്നണികളുടെയും മുഖമുദ്രയെന്നും ഭാരതത്തെ വിഭജിക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വീണ്ടും ഒരുമിക്കുകയാണെന്നും ഇതിനെതിരെ ദേശസ്നേഹികൾ പ്രതിഷേധിക്കണമെന്നും PK കൃഷ്ണദാസ് വ്യക്തമാക്കി. വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ ദേശസ്നേഹികളായിട്ടുള്ള ബംഗാളിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഗംഗാ സ്നാനം നടത്തി പരസ്പരം ജാതി ബന്ധിച്ച് ദേശഭക്തി ഗാനമായ വന്ദേമാതര ഗാനം ആവേശത്തോടുകൂടി ആലപിച്ചുകൊണ്ട് പൊതുരംഗത്തിറങ്ങി, പ്രക്ഷോഭവുമായി ഇറങ്ങി, മുഴുവൻ ജനങ്ങളും ഒന്നിച്ച്, ഹിന്ദുക്കളില്ല, മുസ്ലിങ്ങളില്ല, ജാതിയില്ല, മതമില്ല, മുഴുവൻ ഭാരതീയരാണ് എന്ന ഭാവത്തോടുകൂടി വന്ദേമാതര ഗാനം ആലപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ, ബംഗാൾ വിഭജനത്തിനെതിരെ പ്രിയമുള്ളവരെ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് ഞങ്ങളുടെ വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ തകർക്കുന്നത് ഈ വന്ദേമാതര ഗാനം. ഈ വന്ദേമാതര ഗാനത്തിന്റെ മാസ്മര ശക്തിയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ജാതിക്കും മതത്തിനും അതീതമായി ഒന്നിപ്പിക്കുന്നത്. വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയക്കാരായ ബ്രിട്ടീഷുകാരാണ് ആദ്യം ഈ വന്ദേമാതര ഗാനം നിരോധിച്ചത്. ഇപ്പോഴ് അതേ വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഉടമകളായ മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് അവരെല്ലാവരും ചേർന്ന് വീണ്ടും ഈ വന്ദേമാതര ഗാനം നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഇതിന് പിന്നിൽ അജണ്ട എന്താ? വിഭജനത്തിന്റെ രാഷ്ട്രീയ, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയ. എന്നാൽ വന്ദേമാതര ഗാനം ആലപിക്കണമെന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയം ഒന്നിപ്പിക്കുന്നതിന് രാഷ്ട്രീയമാണ്, ദേശസ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്, ദേശഭക്തിയുടെ രാഷ്ട്രീയമാണ്. പ്രിയമുള്ളവരെ, BJP കർണാടക ലീഗൽ സെൽ അംഗം അഡ്വക്കേറ്റ് സഹന കുന്ദർ മുഖ്യപ്രഭാഷണം നടത്തി. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V രവീന്ദ്രൻ, സവിത ടീച്ചർ, രാമപ്പ മഞ്ചേശ്വര, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PR സുനിൽ, മനുലാൽ മേലത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓണാവധി തുടങ്ങി. 10 ദിവസം നീളുന്ന അവധിക്ക് മുന്നോടിയായി വിവിധ പരിപാടികളോടെയാണ് ഓണാഘോഷം നടന്നത്. ഇഷ്ടമുള്ള വസ്ത്രങ്ങളണിഞ്ഞ് ഈ വർഷം ഓണാഘോഷത്തിൽ പങ്കെടുക്കാമെന്ന വിദ്യാഭ്യാസ അധികൃതരുടെ പ്രഖ്യാപനം കൂടിയായതോടെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും സന്തോഷത്തിലായിരുന്നു. ഇതോടെ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ പാവാടയും ബ്ലൗസും ധാവണിയും മറ്റു കേരളീയ വേഷങ്ങൾക്കനുസൃതമായ വസ്ത്രങ്ങളാണ് അവർക്കായി തെരഞ്ഞെടുത്തത്. ആൺകുട്ടികൾ ന്യൂജൻ സ്റ്റൈൽ വൈഡ് ലെഗ് ജീൻസും ലോ ഡിസ്ട്രസ് ലൂസ് ബാഗി തുടങ്ങിയ പാൻറ്റുകളും,
കുർത്തകളും ടീഷർട്ടുകളും മുണ്ടുകളും ധരിച്ചാണ് സ്കൂളുകളിലെ ഓണാഘോഷ പരിപാടികൾക്കെത്തിയത്. എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികൾക്ക് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചുവെങ്കിലും ചില സ്കൂളുകളിൽ രക്ഷിതാക്കൾക്കും വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മാവേലി എഴുന്നള്ളത്തും അത്തപ്പൂക്കളമിടലുമുണ്ടായി. 10 അതിൽ കൂടുതൽ ഇനം കറികളും പായസവും കൂട്ടിയുള്ള ഓണസദ്യയും കഴിഞ്ഞാണ് സ്കൂളുകൾ ഓണാവധിയിലേക്ക് പ്രവേശിച്ചത്. ഓഗസ്റ്റ് 31-നാണ് സ്കൂളുകൾ വീണ്ടും തുറക്കുക. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. ഒപ്പമിരുന്ന് ഓണത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS മുഖ്യാതിഥിയായി. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. ഒപ്പമിരുന്നോണത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS മുഖ്യാതിഥിയായി. ജില്ലാ പോലീസ് മേധാവി P. നിതിൻ രാജ് IASും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും നേതൃത്വം നൽകിയ ടീമുകൾ പങ്കെടുത്ത വടംവലി മത്സരവും അരങ്ങേറി. ജില്ലാ പോലീസ് ആസ്ഥാനത്തെ വിവിധ വിഭാഗങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരും ഓണാഘോഷത്തിൽ പങ്കാളികളായി. ക്രമസമാധാന പാലനത്തിന്റെ തിരക്കുകൾക്കിടയിലും പോലീസ് സംഘടിപ്പിച്ച ഒപ്പമിരുന്നോണം പങ്കാളിത്തം കൊണ്ടും നൃത്ത കലാപരിപാടികളുടെ മികവ് കൊണ്ടും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായിൽ KMCC ഇൻവോയ്സിംഗ് ബോധവൽക്കരണ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ദുബായ് KMCC വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി ഉദ്ഘാടനം ചെയ്തു. UAEയിൽ പുതുതായി നിലവിൽ വന്ന ഇൻവോയ്സിംഗ് സംവിധാനത്തെക്കുറിച്ച് വ്യാപാരികൾക്കും സംരംഭകർക്കും വ്യക്തമായ ധാരണ നൽകുന്നതിനായി ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സൗജന്യ ഇൻവോയ്സിംഗ് ബോധവൽക്കരണ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ടാലി സൊല്യൂഷൻസ്, മാട്രിക്സ് ടെക്നോളജീസ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. ദുബായ് KMCC വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ദുബായ് KMCC നേതാക്കളായ ഹംസ തൊട്ടി, അഫ്സൽ മെട്ടമ്മൽ, അബ്ദുൽ ഖാദർ അരിപ്രാമ്പ, ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ സലാം തട്ടാനിശ്ശേരി, CA ബഷീർ പള്ളിക്കര, ഹസൈനാർ ബിഞ്ചന്തടുക്ക, ഫൈസൽ മുഹസിൻ, ആസിഫ് ഹസങ്കടി, സിദ്ദിഖ് ചൌക്കി എന്നിവർ സംസാരിച്ചു. ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് ബായാർ സ്വാഗതവും സെക്രട്ടറി PD നൂറുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPIMന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണങ്ങൾക്കെതിരെയും അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുന്നതിനെതിരെയും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനങ്ങൾ തിരുത്തുക, റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുക, ചട്ടങ്ങൾ പാലിക്കാത്ത കെട്ടിടങ്ങൾക്ക് നൽകിയ പെർമിറ്റ് റദ്ദ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIMന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. MG റോഡ്, അതായത് റെയിൽവേ സ്റ്റേഷനിലെ റോഡ്, റെയിൽവേ സ്റ്റേഷൻ ടു കറന്തക്കാടേക്ക് മധൂറിലേക്കുള്ള റോഡ് കാസർഗോഡ് വികസന പാക്കേജ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാനും എന്നെ നെല്ലിക്കുന്നതിന് അതിന് വേണ്ടി നന്നായി ഇടപെട്ടിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആ ഭാഗം നന്നാവട്ടെ. കുറച്ച് കടകളുടെ വരാന്തെല്ലാം നീക്കേണ്ടി വന്നു, കുറച്ചും കൂടി. പക്ഷേ അത് മതിയോ? അതന്നെ ഇപ്പോൾ പോരാ. എത്ര കാലത്തേക്ക് മതിയത്? വലിയ വീതൊന്നും കൂടിയില്ല, ചെറിയ. എന്നിട്ട് തന്നെ കടകളുടെ വരാന്തെല്ലാം പോയിട്ടുണ്ട്. അത്രയും പോരാ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അമൃത് സ്റ്റേഷൻ വികസനത്തിൻ്റെ ഭാഗമായി നന്നായി വികസിച്ചു. കണ്ണൂർ കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല ഒരു സ്റ്റേഷൻ നമ്മുടെ സ്റ്റേഷനാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കയറുന്ന സ്റ്റേഷൻ നമ്മുടെ സ്റ്റേഷനാണ്.
അപൂർവ ചില വണ്ടികൾ ബാക്കി എല്ലാ വണ്ടികളും നമ്മുടെ സ്റ്റേഷൻ ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നതിൽ സ്റ്റോപ്പും ചെയ്തു. അവിടത്തേക്ക് പോകുന്ന റോഡ് ഇത്ര പോരാ. പലപ്പോഴും വൈകുന്നേരം ഞങ്ങൾക്ക് ട്രാഫിക്കിൽ പെട്ടിട്ട് വണ്ടി കിട്ടാതെ പോയിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ ആ റോഡ് അത്ര പോരാ. അവിടുന്ന് MG റോഡുണ്ട്. MG റോഡ് കയറുന്ന MG റോഡിലേക്ക് ട്രാഫിക് ആയിരുന്നു. MG റോഡിലേക്ക് കയറുന്നു. നേരെ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹോസ്പിറ്റൽ വഴി പോസ്റ്റ് ഓഫീസ് വഴി ആനഭാഗ്യം നമ്മുടെ ഈ പ്രദേശത്തേക്ക് അങ്ങോട്ട് പോന്നു വെച്ചാൽ അത് പഴയ അവസ്ഥയിൽ തന്നെ ഉണ്ട്. അത് പോരാ. അങ്ങനെ വരുമ്പോൾ ഭൂമിയൊക്കെ കുറയണം. ഭൂമിയൊക്കെ ചെയ്തിട്ട് അവിടെ റോഡ് വികസിപ്പിക്കണം. ഉള്ള റോഡാണെങ്കിൽ ചെറിയ റോഡ്. പി ജാനകി അധ്യക്ഷത വഹിച്ചു. CPIM കാസർഗോഡ് ഏരിയ സെക്രട്ടറി TMA കരീം, CV കൃഷ്ണൻ, ജയകുമാരി, അനിൽ ചെന്നിക്കര, ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചുകൊണ്ട് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന നഗര ശുചിത്വ അഭിയാന് തുടക്കമായി. കൊടുത്ത വാക്കിന് എതിരായി പ്രവർത്തിക്കില്ല, ദോഷകരമായതൊന്നും ചിന്തിക്കുകയുമില്ല എന്ന ദൃഢപ്രഖ്യാപനത്തോടെ 2ാം വാർഡിലെ കുഞ്ചത്തൂരിലാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത്. പഞ്ചായത്തിനെ സമ്പൂർണ്ണ പച്ചപ്പുള്ളതും ശുചിത്വമുള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനിലയുടെ നേതൃത്വത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി കുഞ്ചത്തൂർ ജംഗ്ഷനിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന വൈദ്യുതി പോസ്റ്റ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ഗ്രാമത്തിലെ റോഡുകൾ, പൊതുസ്ഥലങ്ങൾ, ചന്തകൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കൂടാതെ വീടുകളിൽ നേരിട്ടെത്തി ഉണങ്ങിയതും പച്ചയായതുമായ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി തരംതിരിച്ച് ശേഖരിക്കുന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നടന്നുവരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് UH അബ്ദുൾ റഹ്മാൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഇല്യാസ് തുമിനാട്, ഹസീന, യൂത്ത് ലീഗ് നേതാക്കളായ നൌഷീൽ, അബൂബക്കർ എന്നിവർക്ക് പുറമെ പഞ്ചായത്ത് ജീവനക്കാരും പ്രദേശവാസികളായ സ്ത്രീകളും യുവാക്കളും മുതിർന്ന പൗരന്മാരും ശുചിത്വ മുന്നേറ്റത്തിൽ സജീവമായി പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജനങ്ങളുടെ ദീർഘകാലമായുള്ള പ്രശ്നങ്ങൾക്ക് ഒരേ വേദിയിൽ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ വർക്കാടി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പരാതി പരിഹാര അദാലത്ത് ജനസൗഹൃദ ഭരണത്തിന്റെ മാതൃകയായി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വോർക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ ബോർക്കള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയ അദാലത്തിൽ 80-ലധികം പരാതികളും നിവേദനങ്ങളുമാണ് പരിഗണിച്ചത്. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സമയനഷ്ടവും പണച്ചെലവും ഒഴിവാക്കി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അദാലത്തിലൂടെ കഴിഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ഹരിദാസ് KV, ഇന്റേണൽ വിജിലൻസ് ഓഫീസർ TT സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി ഐത്തപ്പ നായിക്ക് സ്വാഗതവും GE സന്ദേശ് നന്ദിയും പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നാടിന്റെ ശുചിത്വവും സൗന്ദര്യവും കാത്തുസൂക്ഷിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചും പ്രത്യേക ഓണസമ്മാനങ്ങൾ നൽകിയും നടത്തിയ ആഘോഷം ശ്രദ്ധേയമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു. മഴയും വെയിലും വകവയ്ക്കാതെ മംഗൽപാടി പഞ്ചായത്തിന്റെ ശുചിത്വ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനത്തെ ചടങ്ങിൽ പ്രത്യേകം അഭിനന്ദിച്ചു. പുതിയ ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ 50% താഴെയായിരുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തന പുരോഗതി ഭരണസമിതിയുടെയും ജനങ്ങളുടെയും പിന്തുണയും സേനാംഗങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും മൂലം 99.9% പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ഭാഗത്ത് സഹകരണം കുറവുണ്ടായിരുന്നു. നിരന്തരമായി കഴിഞ്ഞ 7 മാസക്കാലം ഹരിതകർമ്മസേനയുടെ യോഗങ്ങൾ വിളിക്കുകയും പൊതുജനങ്ങളുമായി സംവാദം നടത്തുകയും വിദ്യാലയങ്ങളടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതുമായുള്ള കൃത്യമായ പ്രചരണ ബോധം നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 99% ഈ പ്രവൃത്തി നമുക്ക് സാധിച്ചത്. മുഴുവനായി നമുക്ക് അടുത്ത മാസം മുതൽ 100% ആക്കുക എന്നതാണ് ലക്ഷ്യം. നിങ്ങളെ കൂടെ നിന്ന് ഭരണസമിതിയുടെ കൂടെ നിന്ന് ഹരിതകർമ്മസേന പ്രവർത്തകർക്കുള്ള സമ്മാനമാണ്, നമുക്ക് പ്രസിഡന്റിന്റെ ഒരു ഗിഫ്റ്റാണ് ഇന്ന് ഈ ഓണാഘോഷ വേളയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, എന്ത് ഭരണം നടത്തിയാലും സാമൂഹിക സേവനങ്ങൾ ചെയ്താലും മാലിന്യം ഒരു വലിയൊരു വിഷയമാണ്.
ആ മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരെ ചേർത്ത് നിർത്തുക എന്നതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഭരണസമിതി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയിൽ അവർക്കൊരു സർപ്രൈസ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. എന്നും അവരെ ചേർത്ത് നിർത്തുന്ന ഒരു ഭരണസമിതിയാണ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ. മംഗൽപാടിയുടെ ശുചിത്വ പ്രവർത്തനങ്ങളിൽ കൈവരിച്ച ഈ നേട്ടം മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. മംഗൽപാടി മേഖലയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച മുൻ SP TP രഞ്ജിത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. ആഘോഷങ്ങളിൽ എല്ലാവരും പങ്കുചേരുമ്പോഴും നാടിന്റെ ശുചിത്വത്തിനായി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ പിന്തുണയ്ക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറണമെന്നും പഞ്ചായത്തിന്റെ ശുചിത്വ പ്രവർത്തനങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. പരിപാടിയിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുറഹ്മാൻ എല്ലാവർക്കും ഓണാശംസകളും നേർന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 26-ാം തീയതി തിരുവോണനാളിൽ 38-ാം കേരള സംസ്ഥാന പൂക്കള മത്സരം സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതിയുടെ 38ാമത് കേരള സംസ്ഥാന പൂക്കള മത്സരം ഓഗസ്റ്റ് 26 തിരുവോണനാളിൽ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ ആശ്രമത്തിൽ വെച്ച് നടക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് മത്സരം നടക്കുന്നത്. പൂക്കള മത്സരത്തിൽ ഒന്നാം സമ്മാനമായി 38,000 രൂപയും, രണ്ടാം സമ്മാനമായി 25,038 രൂപയും, മൂന്നാം സമ്മാനമായി 15,038 രൂപയും, നാലാം സമ്മാനമായി 10,038 രൂപയും നൽകും. ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതി തുടർച്ചയായ 38ാമത് വർഷമാണ് സംസ്ഥാനതല പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നത്. ഓരോ വർഷവും ജനങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും ഞങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വർഷം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഈ വർഷവും വളരെ വിപുലമായ പരിപാടികളോടെ ഈ പൂക്കള മത്സരം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സമിതി പ്രവർത്തകരുള്ളത്. ഈ വർഷം എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെ തന്നെ കലഞ്ചിറ K ബാലകൃഷ്ണൻ സ്മരണാർത്ഥം നൽകുന്ന സ്വർണ്ണക്കപ്പും, അതുപോലെ 38,000 രൂപ ക്യാഷ് അവാർഡും ഒന്നാം സ്ഥാനക്കാർക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് റോളിംഗ് ട്രോഫിക്ക് പുറമെ സ്ഥിരം ഷീൽഡും 25,038 രൂപ, തുടർന്ന് 15,038 രൂപ, 10,038 രൂപ എന്നിങ്ങനെ 2, 3, 4 സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് സമ്മാനമായി നൽകും. കൂടാതെ 5 മുതൽ 10 വരെ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്ന ടീമിന് പ്രത്യേകമായി 5,000 രൂപ സമ്മാനവും ട്രോഫിയും നൽകും. ഇതിനു പുറമെ ഈ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകൾക്കും 2,500 രൂപ വെച്ച് ഞങ്ങൾ പ്രോത്സാഹന ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നുണ്ട്. കലംചിറ K ബാലകൃഷ്ണൻ സ്മരണാർത്ഥം എവർ റോളിംഗ് സ്വർണ്ണക്കപ്പ് നൽകും. പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും 2,500 രൂപ വീതം ക്യാഷ് പ്രൈസ് നൽകും. ഈ വർഷത്തെ സംസ്ഥാനതല പൂക്കള മത്സരത്തോടനുബന്ധിച്ച് വൈവിധ്യങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മംഗലാപുരം ടീമിന്റെ പുലിക്കളിയും മറ്റു വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ K സുധീർ കുമാർ, V ശ്രീരാമൻ, MV ജയദേവൻ, MV രതീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥ രചിച്ച് അജാനൂർ CDSലെ സൂര്യകാന്തി, തുളസി, JLG ഗ്രൂപ്പുകൾ. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലം എത്തിയതോടെ നാടൻ പൂക്കൾക്ക് എങ്ങും ആവശ്യക്കാർ ഏറെയാണ്. ഈ ആവശ്യകത ഏറെ അനുഗ്രഹമാവുകയാണ് കുടുംബശ്രീ പ്രവർത്തകർക്ക്. അജാനൂർ കുടുംബശ്രീ മോഡൽ CDSലെ സൂര്യകാന്തി, തുളസി, JLG ഗ്രൂപ്പിലെ അംഗങ്ങൾ ചേർന്ന് രാവണേശ്വരം തെക്കേപ്പള്ളത്തെ പാടത്ത് വിരിയിച്ചത് വർണ്ണ വസന്തം തന്നെയാണ്. പൂപ്പാടത്ത് മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി വിളഞ്ഞു നിൽക്കുന്നത് ഏവർക്കും നയനാനന്ദകരമായ കാഴ്ചയാണ് നൽകുന്നത്. അജാനൂർ CDS, കൃഷിഭവൻ എന്നിവ നൽകിയ ചെണ്ടുമല്ലി തൈകൾ ഉപയോഗിച്ചാണ് ഇവർ വർണ്ണവസന്തം വിരിയിച്ചിരിക്കുന്നത്.
30 സെന്റ് സ്ഥലത്ത് ചെയ്ത കൃഷിയിൽ നിന്നും 50 കിലോവിലധികം പൂക്കൾ ലഭിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പൂക്കൾ വാങ്ങാനായി ആളുകൾ പൂപ്പാടത്ത് തന്നെ എത്തുന്നത് ഇവർക്ക് ആത്മവിശ്വാസം നൽകുന്നു. കെ ജ്യോതി, പി പൂർണിമ, പി കമല, എസ് പൂർണിമ എന്നിവരടങ്ങുന്ന സൂര്യകാന്തി ജയിൽജിയും കെ വി ഉഷ, സി സരസ്വതി, ടി അഞ്ജു, എൻ എ പ്രീതി, കെ വി സ്മിഷ എന്നിവരടങ്ങുന്ന തുളസി ജയിൽജിയുമാണ് ചെണ്ടുമല്ലി കൃഷിയുടെ അമരക്കാരായി പ്രവർത്തിച്ചത്. പൂപ്പാടത്ത് നടന്ന വിളവെടുപ്പുത്സവം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി ഉദ്ഘാടനം ചെയ്തു. അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമ്മൾക്കാണ് മനസ്സിന് കുളിർമയേകുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള പൂക്കൃഷി നടത്തുകയും നല്ല വിളവെടുപ്പ് ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒന്ന്, കൃഷിയെ സ്നേഹിക്കുന്ന സൂര്യകാന്തിയുടെ കർഷകയും കൂടിയായിട്ടുള്ള ജ്യോതി ചേച്ചി ഇതിനകത്ത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവരോടൊപ്പം സൂര്യകാന്തി ജയിൽജിയിലെ മുഴുവൻ അംഗങ്ങളും ചേർന്നിട്ടുള്ള ഒരു ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇന്ന് വിരിഞ്ഞു നിൽക്കുന്ന ഈ ചെണ്ടുമല്ലി പാടം കാണുമ്പോൾ ഏറെ സന്തോഷമാണ്. അത് നമ്മുടെ പഞ്ചായത്തിൽ ഈ ഇത്തരത്തിലുള്ള കുടുംബശ്രീ അംഗങ്ങൾ ചേർന്നുകൊണ്ട് ഇങ്ങനെ പലതരത്തിൽ പല പേരുകളിൽ ജയിൽജികൾ ഇതുപോലെ ചെണ്ടുമല്ലി കൃഷി നടത്തിയിട്ടുണ്ട്. അതൊക്കെ വിളവെടുത്തുകൊണ്ട് ഇപ്രാവശ്യം ഓണത്തെ വരവേൽക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനകത്തെ കുടുംബശ്രീ ചന്തകൾ ഉൾപ്പെടെ നമ്മുടെ ഈ ചെണ്ടുമല്ലി കൃഷിയാണ് നടത്തി വരുന്നത്. അത്തരത്തിലേക്ക് എല്ലാ ആളുകളും കൃഷിയിലേക്ക് ഇറങ്ങണം, ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. CDS ചെയർപേഴ്സൺ കെ അശ്വിനി അധ്യക്ഷത വഹിച്ചു. അജാനൂർ കൃഷി ഓഫീസർ സന്തോഷ് ചാലിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. വൈസ് ചെയർപേഴ്സൺ കെ സുമതി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. അഗ്രികൾച്ചറൽ CRP, ശ്രുതി, ADS, CDS കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. അജാനൂർ പഞ്ചായത്തിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് ഓണപ്പൂക്കളം ഒരുക്കുന്നതിന് ആവശ്യമായ പൂക്കളും ഇവിടെ നിന്ന് തന്നെ വാങ്ങിയത് പൂക്കൃഷി ജയിൽജികളുടെ പ്രയത്നങ്ങൾക്ക് പ്രോത്സാഹനമായി മാറി. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രവാസി പെൻഷൻ കുടിശ്ശിക ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യണമെന്ന് ആവശ്യം. കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രവാസി പെൻഷൻ കുടിശ്ശിക ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യുക, ഉത്സവകാലങ്ങളിലെ വിമാനക്കൊള്ള അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കോട്ടച്ചേരി ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഴയ കൈലാസ് തിയേറ്ററിന് സമീപത്ത് അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കേരള പ്രവാസി സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള നിയമസഭയിലേക്ക് ആയിരക്കണക്കിന് പ്രവാസികളെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ വമ്പിച്ച പ്രക്ഷോഭം നടത്തുകയുണ്ടായി. 2026 ജൂലൈയിൽ വീണ്ടും നമ്മൾ സമരരംഗത്ത് ഇറങ്ങുകയായി. 3 മാസം നമ്മുടെ പെൻഷൻ കുടിശ്ശിക ബാക്കി വന്നപ്പോൾ കേരളത്തിലെ 3 പ്രവാസി ക്ഷേമനിധി ഓഫീസിലേക്ക് ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും അതുപോലെ തന്നെ കോഴിക്കോടും ആയിരക്കണക്കിന് പ്രവാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ട് പ്രതിഷേധ സമരം നമ്മൾ നടത്തും. നമ്മുടെ അന്നത്തെ സമരത്തിൻ്റെ ഫലമായിട്ട് പ്രവാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് 1 മാസത്തെ പെൻഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു, പ്രവാസികളുടെ പെൻഷൻ അക്കൗണ്ടിലേക്ക് വന്നു. എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് കാശ് കിട്ടിയെന്ന് പരിശോധിക്കണം. പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ബഡ്ജറ്റ് തുക മാറ്റിവെക്കാതെ, പ്രവാസികളുടെ ക്ഷേമനിധികൾക്ക് ഒരു പൈസ പോലും മാറ്റിവെക്കാതെ എങ്ങനെയാണിപ്പോൾ ഈ തുക കൊടുക്കാൻ സാധിച്ചു? അത് ഈ പ്രവാസികളുടെ അംശാദായം എടുത്തുകൊണ്ട്, പ്രവാസികളുടെ ക്ഷേമ പെൻഷൻ്റെ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട്, പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ വേതനവും അതുപോലെ തന്നെ 1 മാസം പെൻഷനും കൊടുക്കാനുണ്ടായത്. അതിനുശേഷം 4 എന്നിവരായിട്ട് 3 മാസക്കാലം നമ്മുടെ പെൻഷൻ മുന്നിലിരിക്കുകയാണ്. പ്രവാസികളുടെ പെൻഷൻ ഏറ്റവും വേഗത്തിൽ ഈ ഓണത്തിന് മുമ്പ് കൊടുത്തു തീർക്കണമെന്നുള്ള ഒന്നാമത്തെ അടിയന്തരപ്രധാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ഒ നാരായണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ റഹിമാൻ മടിക്കെ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി വിജയൻ കയ്യൂർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി എടമുണ്ട നന്ദിയും പറഞ്ഞു. സുരേന്ദ്രൻ KV, രാഘവൻ VV, പ്രമീള ഉദുമ, തങ്കമണി കാഞ്ഞങ്ങാട്, വാസു മൊട്ടംചിറ, യൂനസ് തൃക്കരിപ്പൂർ, സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എഴുത്തുകാരി ബേബി കാർത്തികയുടെ നിഴലുകൾ നടന്ന വഴി പുസ്തക പ്രകാശനം നടന്നു. ബട്ടത്തൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ വെച്ചായിരുന്നു പ്രകാശന ചടങ്ങ് നടന്നത്. എഴുത്തുകാരി ബേബി കാർത്തികയുടെ നിഴലുകൾ നടന്ന വഴി എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം ബട്ടത്തൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ വെച്ച് നടന്നു. പ്രമുഖ സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. വൈകാരികമായ കരണമായ കൽപ്പനകളെ ആഘോഷിക്കുന്നതിന്റെ
കാൽപ്പനികമായ വസ്ത്രകുണ്ടകളുടെ നിരസങ്ങളുടെ ആഘോഷമായി പ്രഘോഷിക്കുന്ന ഒരുപാട് പേര് വരുന്നുണ്ട്. വായിക്കുന്നവർക്കറിയാം ഈ പുസ്തകം വളരെ വ്യത്യസ്തമായ പുസ്തകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ നടൻ കുഞ്ഞിരാജ് വിടക്കുന്നത് അക്ഷരങ്ങളിലൂടെ ഒരു ശക്തി വന്നു. ആദ്യ പതിപ്പ് സ്കൂൾ പ്രിൻസിപ്പൽ നിഷ വർഗീസ് ഏറ്റുവാങ്ങി. സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. 9 ദിവസം അടിപൊളിയാക്കണേ. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് നിങ്ങൾ ഒരുപാട് കളിയും പാട്ടും ഡാൻസും എല്ലാം ഉണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം 10 ദിവസം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ കീബോർഡ് ഉത്താണ് ആഘോഷം എല്ലാം ജോറാണ് അല്ലേ? നിങ്ങൾ ഒരുപാട് പരിപാടികളുണ്ട് അല്ലേ? പിന്നെ നല്ല കുണ്ടകളുടെ നല്ല പ്രായം എല്ലാം ജോറ് നിങ്ങളുടെ കാണാൻ ഭയങ്കര സുന്ദരി സുന്ദരന്മാർ കേട്ടോ. ജോറിട്ടെ എനിക്ക് ഇഷ്ടമായി. സ്കൂൾ ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. അപ്പൊ അത് ഭയങ്കര അത്യാവശ്യം രസമുണ്ട് കേട്ടോ. നമ്മളോട് കാണാം. അടിപൊളിയാണ്. ടീച്ചർമാർക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഭയങ്കര ത്രികോണർന്ന് വിടാമാനെ പോലെ അതിന്റെ ഒരുക്കങ്ങള് ഒരുപാട് പരിപാടികള്. അതിന്റെ ഇടയിലാണ് നിങ്ങളുടെ ടീച്ചറെ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തല്ലേ? സ്കൂൾ മാനേജർ ബ്രദർ ജിനീഷ് കെ മാത്യു പള്ളിക്കര, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ടി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. തുടർന്ന് നടന്ന ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ശോഭന ടി നിർവഹിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സാഹിത്യപ്രേമികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. എഴുത്തുകാരി ബേബി കാർത്തികയുടെ പുതിയ കഥാസമാഹാരത്തിന് ചടങ്ങിൽ ആശംസ നേർന്ന് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ വിവിധ കലാപരിപാടികളോടെ ഓണാഘോഷവും CM കിഡ്സ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ വിവിധ കലാപരിപാടികളോടെ ഓണാഘോഷവും CM കിഡ്സ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ നിങ്ങളുടെ മാഷി പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രയത്നമാണ്, അധ്യാപകരുടെ പ്രയത്നമാണ്, അതുപോലെ തന്നെ രക്ഷാകർത്താക്കളുടെ ഇടപെടലാണ്, PTA മെമ്പേഴ്സ് അതിനേക്കാൾ ഉപരി ഏറെ നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് CM കിഡ്സ് എന്ന സ്കോളർഷിപ്പിനകത്ത് LP വിഭാഗത്തിൽ 11 UP വിഭാഗത്തിൽ 3 കുട്ടികളും അർഹത നേടിയിട്ടുള്ളത്. പരിശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഏതു തരത്തിലുള്ള വിജയവും കൈവരിക്കാൻ സാധിക്കും. ആ വിജയത്തിന് നിങ്ങൾ അർഹതപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ അടച്ച് വീട്ടിലേക്ക് പോയി ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരും ഫോണിൽ കളിച്ചു അല്ലേ? ഫോണിൽ കളിക്കുക ഇല്ല അല്ലേ? പഴയകാല വിസ്മൃതികൾ ഒരുപാട് കളികളുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തൊടികൾ ഒരുപാട് പൂക്കളുണ്ട്. അതൊക്കെ പറിച്ച് അന്യനാട്ടിൽ നിന്ന് വരുന്ന പൂക്കളെ ഒഴിവാക്കി നാടൻ പൂക്കളെ വെച്ച് ഓണം ആഘോഷിക്കണം. അതോടൊപ്പം കൂട്ടുകാരോടൊപ്പം നന്നായി പഴയ കളികൾ ഓർത്തെടുക്കണം. മുത്തശ്ശിമാരോടൊക്കെ കഥകൾ പറയാൻ വേണ്ടി പറയണം. PTA പ്രസിഡന്റ് വിനോദ് P അധ്യക്ഷത വഹിച്ചു. സുനിൽ കുമാർ KV, പ്രകാശൻ P, അമൃത KV, ഉമാദേവി K എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ വിഷ്ണു നമ്പൂതിരി T സ്വാഗതവും ശോഭന N നന്ദിയും പറഞ്ഞു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PTA അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വർണ്ണമനോഹരമായ പൂക്കളവും തീർത്തിരുന്നു. ഓണസദ്യയും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്ദേമാതരം വിലക്കപ്പെട്ട കനിയായത് എങ്ങനെയെന്ന് VD സതീശൻ വ്യക്തമാക്കണം. PK കൃഷ്ണദാസ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓണാഘോഷം തകർത്തു. 10 ദിവസം നീളുന്ന ഓണാവധിക്ക് തുടക്കമായി. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വിപുലമായ ഓണാഘോഷം. മുഖ്യാതിഥിയായി കലക്ടർ അർജുൻ പാണ്ഡ്യൻ. ദുബായ് KMCC ഇൻവോയ്സിംഗ് ബോധവൽക്കരണ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ദുബായ് KMCC വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയ ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തിയ CPIM. CH കുഞ്ഞമ്പു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ച് മഞ്ചേശ്വരം പഞ്ചായത്ത്. നഗര ശുചിത്വ അഭിയാന് കുഞ്ചത്തൂരിൽ തുടക്കം. ജനസൗഹൃദ ഭരണത്തിന് മാതൃകയായി വർക്കാടി പഞ്ചായത്തിലെ പരാതി പരിഹാര അദാലത്ത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.